ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരൻജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുൽ വ്ലോഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതുൽ വ്ലോഗ്സിനെതിരെ രേണുസുധി കേസ് കൊടുത്തു. പക്ഷേ ആ കേസ് പോലീസ് എടുത്തില്ല. അതിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിച്ചു. കേസ് എടുത്തില്ലെന്ന് മനസ്സിലായി. അതുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുധി കരഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അതിന് പിന്നിൽ എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് പോയില്ല. എന്താണെന്ന് അറിയാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, അതുലിനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് അത് സത്യത്തിൽ വാലിഡ് ആണോ എന്നുള്ളൊരു സംശയം. അതൊരു കള്ളക്കേസ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല. ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന വ്യക്തിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തുവാണ് അതിനെതിരെ കേസ് കൊടുക്കാനുള്ള കാരണം? അതിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് തെളിവായിട്ട് കാണിക്കാനുള്ളത്? ഇതിൽ രണ്ടാമത്തെ കാര്യം, അത് രാജ് ടോക്സ് എന്ന ചാനലിൽ രാജ് പുറത്തുവിട്ടിട്ടുള്ള സ്ക്രീൻ ഷെയറിംഗ്, പരസ്പരം സംസാരിച്ചതിന് ശേഷം അവർ പുറത്തുവിട്ടിട്ടുള്ള ആ സ്ക്രീൻ ഷെയറിംഗിന്റെ വീഡിയോ ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ആദ്യം രേണുസുധിയുടെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ സ്ത്രീ അതിനെതിരെ സംസാരിച്ചുകൊണ്ടിട്ട വീഡിയോ, കേസിന് കാരണമായ സംഭവം പറഞ്ഞുള്ള വീഡിയോ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിലെന്ന് പറയുന്ന ഒരു ബ്ലോഗർക്കെതിരെ രേണുസുധിയും അവിടെ ചേച്ചിയും കൊണ്ടുവന്നൊരു പരാതി കൊടുത്തിരുന്നു. ഇപ്പൊ എങ്ങനെയുള്ള പരാതി ആയിക്കോട്ടെ, ഏത് തരം പരാതി ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പരാതി ഒത്തുതീർപ്പാക്കുന്നത് വാദിയം പ്രതിയെ നിർത്തിക്കൊണ്ടായിരിക്കണമല്ലോ ആ പരാതി അവിടെ ഒത്തുതീർപ്പാക്കേണ്ടുന്നത്. ഇവിടെ രേണുവിനെ കുറിച്ച് ആ നെഗറ്റീവ് കമന്റ്സുകൾ ഇട്ടോട്ടെ, ഇടുന്നവന്മാർ ഇട്ടിട്ട് അവളെ കൊണ്ട് ജീവിക്കുന്നവന്മാർ ജീവിച്ചോട്ടെ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രശ്നമില്ല. പക്ഷേ അവളെ കുടുംബത്ത് കയറി കളിക്കാൻ ചെന്നപ്പോഴാണ് കളി മാറിയത്. അതായത് ഇവനെതിരെ അതിനെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, കൊളാബറേറ്റ് ചെയ്ത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ഞാനൊരു ലവിന്റെ ഇമോജി ഇട്ട്, നിങ്ങളും ലവിന്റെ ഇമോജി ഇട്ട്, എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച വീഡിയോ കോൾ ചെയ്ത്. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല, വീഡിയോ കോൾ എടുത്തിട്ടില്ല. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പക്ഷെ റിപ്ലൈ ഇല്ല. കേട്ടല്ലോ, ഇതിനെതിരെയാണ് രേണുസുധിയും ചേച്ചിയും പരാതി കൊണ്ട് കൊടുത്തത്. അതായത് രേണുസുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു, ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു, ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ അടുത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോൾ ആ ചേച്ചി വിളിച്ചിട്ടുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പെണ്ണ് അവനെ വീഡിയോ കോൾ വിളിച്ച് അവനോട് ചാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിനെതിരെ കേസ് കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആയ പോയിന്റാണ്. ആ വിഷയത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യത്തോട് ഞാൻ ഒപ്പം നിൽക്കുന്നു. അതുൽ പുറത്തുവിട്ട ഒരു ചാറ്റ്, അതുലിനോട് ഒരു കൊളാബറേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് വരുന്നു. അതുൽ ആ റിക്വസ്റ്റ് സ്വീകരിക്കുന്നില്ല, പകരം ഒരു ഹാർട്ട് ഐക്കൺ ഇടുന്നു. അവിടെ നിന്നും ഒരു ഹാർട്ട് ഐക്കൺ വരുന്നു. അതുൽ ആ ഹാർട്ട് ഐക്കണിന് റിപ്ലൈ ഇമോജി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമോജി ഓപ്ഷൻ കൊടുത്തിരുന്ന ഒരു സ്മോൾ ഹാർട്ട് അതിൽ വരും. പിന്നീട് ഒരു വീഡിയോ കോൾ വരുന്നു. ഒരു ബുധനാഴ്ച ദിവസം ഒരു വീഡിയോ കോൾ വരുന്നു. ആ വീഡിയോ കോള് അതുൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഈ കേസുമായിട്ട് ബന്ധപ്പെടണം. അതായത് അതുൽ അങ്ങോട്ട് ചോദിക്കുന്നു, ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ക്ലാരിറ്റി ചോദിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നു, ഒരു ഓഡിയോ കോൾ വിളിക്കുന്നു, രണ്ടിനും റിപ്ലൈ ലഭിക്കുന്നില്ല. ഈ ചാറ്റാണ് അതുൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ സംഭവം ഇല്ലാത്തൊരു കാര്യമെന്നാണ് ഈ പെണ്ണ് പറയുന്നത്. അതൊരില്ലാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായും അതിനെതിരെ ഡിഫേമേഷൻ കേസ് കൊടുക്കാം. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയെടുത്ത മാനിപ്പുലേറ്റ് ചെയ്തതിനെതിരെ കേസ് കൊടുക്കാം. അതിനെ എല്ലാ ഇന്ത്യൻ പൗരനുമുള്ള അവകാശം എന്ന നിലയിൽ രേണുസുധിയുടെ ചേച്ചിക്കും അവകാശമുണ്ട്. ഒപ്പം നിൽക്കാൻ രേണുസുധിക്ക് അവകാശമുണ്ട്. അതിനെ പിന്തുണയ്ക്കാനായിട്ട് ഈ പെൺകുട്ടിക്കും അവകാശമുണ്ട്. ഇത് മാനിപ്പുലേറ്റ് ചെയ്തൊരു കാര്യമാണ് എങ്കിൽ മാത്രം, അത് മാനിപ്പുലേറ്റ് ചെയ്തതല്ല, അത് ശരിയായ ഒരു കാര്യമാണെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു വരും. അതിനു മുന്നേ രാജ് പുറത്തുവിട്ട ആ സ്ക്രീൻ ഷെയറിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിലിന്റെ ഇൻസ്റ്റാഗ്രാം ആണ്. അവനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നത് അതിന്റെ ഇൻസ്റ്റാഗ്രാം ആണ്. ഇതാണ് പറയുന്ന ലിബു ജോസഫ്, ഇതാണ് ഈ പറയുന്ന രേണുവിന്റെ സഹോദരിയുടെ ഇൻസ്റ്റാ. ഇത് തന്നെയാണല്ലോ ഈ ഐഡിയിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ ശരി, ഓക്കെ, നിങ്ങളല്ല അയച്ചത്. ഇത് നിങ്ങളുടെ ഐഡിയ ആണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കാം, ഇതിൽ തന്നെയാണ് ഈ പറയുന്ന എന്താണ് ആ ഒരു മെസ്സേജ് വന്നത്. ഇത് നിങ്ങളുടെ പിന്നീട് ഐഡിയ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ലിബു രമ്യ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഇനി ചാറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ലിബു ജോസഫ് അതിന്റെ ചാറ്റാണ് കാണിക്കുന്നത്. കിടക്കുന്നുണ്ട്, ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇവൻ അവിടെ ഒരു ലവ് ചിഹ്നം കൊടുക്കുന്നുണ്ട്. അവര് തിരിച്ചൊരു ലവ് ചിഹ്നം കൊടുക്കുന്നു. ഇവനാണ് തിരിച്ചും
മറ്റൊരു ലവ് ചിഹ്നം കൂടി അവൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്, അവൻ എടുക്കുന്നില്ല. പിന്നെ ഇതില് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ ഇതേ കാര്യം തന്നെ കാണിച്ചുകൊണ്ടായിരിക്കും ആദ്യം കേസ് എടുക്കാതെ അവര് പോയത്. ഇനിയിപ്പോ രണ്ടാമത്തെ കേസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കേൾക്കുന്നു, രണ്ടാമത് കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് എടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഇനി അത് മാനിപ്പുലേറ്റീവ് എവിഡൻസ് ആണ് എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിൻ്റെ അടുത്ത് വ്യക്തമായ ഒരു തെളിവുണ്ട്. അത് സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന തെളിവാണ്. അതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലിബു ജോസഫ്, യൂസർ നെയിം ലിബു_രമ്യ എന്നാണ് യൂസർ നെയിം. ഈ യൂസർ നെയിമുള്ള അക്കൗണ്ടിൽ നിന്ന് അതുലിന് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിന് അതുൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. തിരിച്ചവര് വീണ്ടും ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്, അതിൽ അങ്ങോട്ട് ഒരു ഓഡിയോ കോള്, ഒരു ക്ലാരിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിൽ പറഞ്ഞതിനെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ തെളിവ് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഡിജിറ്റൽ എവിഡൻസ് അതുലിന് ഫേവറായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് സാഹചര്യത്തിൽ ഈ ഡിജിറ്റൽ എവിഡൻസിനെതിരെ സംസാരിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ആ അക്കൗണ്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ആണ്, അങ്ങനെ പറഞ്ഞ് വാദിക്കാം. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത്, ഈ ലിബു_രമ്യ എന്ന യൂസർ നെയിം, ആ യൂസർ നെയിം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല, വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ലിബു_രമ്യ എന്ന യൂസർ നെയിം, അതിൽ നിങ്ങളിപ്പോൾ ആ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ കാണുന്ന യൂസർ നെയിം ലിബു_രമ്യ, അതേ സ്പെല്ലിങ്, അതേ സംഭവം തന്നെയാണ് മെസ്സഞ്ചറിലും വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അക്കൗണ്ടിൽ നിന്നും തന്നെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതല്ല എന്നുള്ള കാര്യം വ്യക്തമാവും. അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനല്ല, മറ്റാരോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ അതുലിനെതിരെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾ പ്രൈവറ്റായി ഉപയോഗിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരാൾ ഉപയോഗിച്ചു, അയാളായിരിക്കും മെസ്സേജ് അയക്കുന്നത് പറയുന്നതിന്റെ ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലോ ബന്ധുക്കളോ കൂട്ടുകാരൊക്കെ എടുത്തിട്ടാണ് ആ കൊളാബ് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ്. ഇനി ഈ സ്ക്രീൻഷോട്ട്, ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിലെ സംഭവങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് ഒന്നുകൂടി ബാധിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ എവിഡൻസിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു സംഭവം. സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൈബർ ക്രൈംസിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ് ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറയുന്നത്. ഒരു ചിത്രം മാനിപ്പുലേറ്റ് ചെയ്തതാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിക് ആയിട്ടൊന്ന് പരീക്ഷിച്ചോ കേട്ടോ. ഇപ്പോൾ ഓൺലൈൻ കുറച്ച് വെബ്സൈറ്റ്സുകളൊക്കെ ഉണ്ട്, ഡിജിറ്റൽ ഫോറൻസിക് ചെയ്യുന്ന വെബ്സൈറ്റ്സുകളുണ്ട്. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിജിറ്റൽ ഫോറൻസിൽ ഇട്ട് കൊടുത്തു നോക്കൂ. അതിന് കൃത്യമായ വിവരങ്ങൾ നൽകും. അതിൻ്റെ മെറ്റാ ഡാറ്റയിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഫോണിൻ്റെ ഇൻഫർമേഷൻ, എപ്പോഴാണ് ആ സ്ക്രീൻഷോട്ട് എടുത്തത്, ഏത് റെസൊല്യൂഷനാണ് എടുത്തത്, ഏത് സമയത്താണ്, ഏത് ദിവസമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഡിജിറ്റൽ ഫോറൻസിക്, ഇത് ബേസിക്കായ സംഭവമാണ് ഞാൻ പറയുന്നത്, അതെല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി നിങ്ങൾ അത് കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ടൂളിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ശേഷം സേവ് ചെയ്തിട്ട് ഒന്നും കൂടി ഡിജിറ്റൽ ഫോറൻസിക് ചെയ്യുക. അപ്പോൾ മിക്കവാറും രജിസ്റ്റർ ചെയ്യപ്പെട്ട ടൂളുകളാണെന്നുണ്ടെങ്കിൽ ആ ടൂളിൽ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടെ ആ ഡീറ്റെയിൽസിൽ കാണിക്കും. ഇപ്പോൾ രജിസ്റ്റേർഡ് അല്ലാത്ത ടൂളുകളാണെന്നുണ്ടെങ്കിൽ അൺനോൺ ആയിട്ട് കാണിക്കുക. പല ടൂളുകൾക്കും അതിൻ്റെതായിട്ടുള്ള യൂണീക്ക് ഐഡന്റിഫയർ ഉണ്ട്. ആ യൂണീക്ക് ഐഡന്റിഫയർ വെച്ചിട്ടാണ് ഏത് ടൂൾ വെച്ച് എഡിറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എഡിറ്റിംഗ് ടൂളായിട്ടുള്ള അഡോബ് ഫോട്ടോഷോപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിഫയർ വെച്ചിട്ട് ഏത് സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്തെന്നൊക്കെ കാണാൻ കഴിയും. ഏത് സിസ്റ്റത്തിൽ നിന്ന് എഡിറ്റ് ചെയ്തെന്ന് കാണാൻ കഴിയും. കാരണം എല്ലാ സിസ്റ്റത്തിനും ഒരു ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ആ ഡിവൈസ് ID ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് സെർച്ചിലൊന്ന് CMD എന്നടിക്കുക. അതിനുശേഷം ഓപ്പണായി വരുന്ന ഒരു ഡാർക്ക് വിൻഡോ ഓപ്പണായി വരും. അതിൽ ഹോസ്റ്റ് നെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. ഒരു ID അതിനകത്ത് കാണിക്കും. ഇതാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഹോസ്റ്റ് നെയിം. നിങ്ങൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ആ ഫയലിൻ്റെ മെറ്റാ ഡാറ്റയിൽ ഇതുപോലെ നിങ്ങളുടെ സിസ്റ്റത്തിന് ഇൻഫർമേഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ മൊബൈലിന് ഒരു ഡിവൈസ് ID ഉണ്ട്. ഈ ഡിവൈസ് IDയും ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയോ ക്യാപ്ചർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഐഡൻറ്റിഫയർ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസ് ID, ഇതൊക്കെ മെറ്റാ ഡാറ്റയിൽ വരും. ഇതൊക്കെ വെച്ചിട്ടാണ് ഡിജിറ്റൽ ഫോറൻസിക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം സ്ക്രീൻഷോട്ട് എടുത്താണ് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യമുണ്ട്, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. അത്തരത്തിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ സുഹൃത്താണോ എന്ന് പറഞ്ഞിരിക്കുന്നത്. 100% എന്ന് ഉറപ്പിച്ചാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. അതായത് അതുലിന് മെസ്സേജ് അയച്ചിട്ടേ ഇല്ല എന്ന് 100% ഉറപ്പിച്ചാണ് പെൺകുട്ടി പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. മെസ്സേജ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് അത് ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോകുന്നൊന്നുമില്ല. ഒരു കേസായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനം ആവശ്യപ്പെട്ടാൽ ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഏത് ടീമായാലും അതിൻ്റെ എൻക്രിപ്റ്റഡ് മെസ്സേജ്, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജാണ് വാട്സാപ്പ് അടക്കമുള്ളവർക്ക് ലഭിക്കുന്നത്. അതായത് വാട്സാപ്പിന് പോലും വായിക്കാൻ പറ്റില്ലെന്ന രീതിയിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യാം.
നിയമ സംവിധാനത്തിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ആ ചാറ്റ് ഡീക്രിപ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്താണ് സംസാരിച്ചുള്ളതെന്ന ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് അവിടെ നിന്ന് പോയി എന്ന് വിചാരിക്കരുത്. അത് നിങ്ങളുടെ സുഹൃത്തിനെ ഒക്കെ ഒന്ന് പറഞ്ഞ് പറ്റിക്കാൻ അല്ലെങ്കിൽ അവരൊന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ഇത് കാണിച്ചാൽ നടക്കുമായിരിക്കും. പക്ഷേ ഒരു ഡിജിറ്റൽ തെളിവ് അങ്ങനെ അങ്ങോട്ട് മായ്ച്ചു കളയാൻ, ഒരു സ്ലേറ്റിൽ എഴുതിയ സംഭവം മായ്ച്ചു കളയുന്നത് പോലെ മായ്ച്ചു കളയാമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ഞാനൊന്നും എഴുതിയിട്ടില്ല, ആ പേജ് അങ്ങോട്ട് കീറിക്കളഞ്ഞാൽ അത് അവിടെ വെച്ച് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കാം. നല്ല 1ാം ക്ലാസ് ഹാക്കേഴ്സും എത്തിക്കൽ ഹാക്കേഴ്സും ഒക്കെ സൈബർ ക്രൈമിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൈബർ സെല്ലിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അവർ ഈ സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കിയെടുക്കും. പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ഇതെല്ലാം ഇൻവോൾവ് ആകും. ഡിജിറ്റൽ ഫോറൻസിക്, ഡിജിറ്റൽ ഡാറ്റ റിക്കവറി, ഇതെല്ലാം സംഭവങ്ങൾ ഇതിനകത്ത് വരും. ആരുടെ ഭാഗത്താണ് കള്ളം എന്നുള്ളത് തെളിയും. അപ്പം ഈ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇത്ര ഒരു പ്രത്യക്ഷത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അതുലിൻ്റെ ഭാഗത്താണ് ശരിയെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വരാനുള്ള സാധ്യത, അങ്ങനെയാണെങ്കിൽ അതുലിന് തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം. അയാൾ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് കേസ് കൊടുക്കാം. മാത്രമല്ല, അയാൾ ഒരു തവണ സ്റ്റേഷനിൽ പോയിട്ട് ആ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളതാണെങ്കിൽ വീണ്ടും അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഈ രേണുസുധിയുടെ സഹോദരിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച പെൺകുട്ടി, അവരും ഈ കേസിൽ കൂട്ടുപ്രതിയായി തീരും. പാവം, അത് ആത്മാർത്ഥം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു, സൗഹൃദത്തിലുള്ള ആത്മാർത്ഥം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ കേസ് തിരിഞ്ഞു വന്ന് അതുലിന് ഫേവറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും കൂടെ നിന്ന് ചെണ്ട കൊട്ടിയവരും അതിൻ്റെ ഒപ്പം തിമിർത്തവരും ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ട് നിർത്താനായിട്ട് അതുലിന് സാധിക്കും. എന്തായാലും ഈ അവസരത്തിൽ എനിക്ക് അതുലിൻ്റെ ഭാഗത്താണ് ശരിയെന്നാണ് തോന്നുന്നത്. മറ്റ് പല വിഷയങ്ങളും അതിനെതിരായി സംസാരിക്കുന്നത് പബ്ലിക്കായിട്ട് തന്നെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളതാണ്. ചില വിഷയങ്ങൾ അതിലെടുത്തിട്ടുള്ള നിലപാടിനെ വിമർശിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അതുലിൻ്റെ ഭാഗത്താണ് ശരിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.